ഹലോ ഹലോ വെൽക്കം ടു ടിൽജാസ് വേൾഡ്. അങ്ങനെ ദേ നമ്മൾ അടുത്ത ട്രിപ്പായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഫൈനൽ ഡെസ്റ്റിനേഷന് മുന്നേ നമ്മളൊരു ചെറിയ ട്രാൻസിറ്റ് ചെയ്യുന്നുണ്ട്. എവിടെയാണെന്നല്ലേ? വെൽക്കം ടു മസ്കാറ്റ് ഇൻ ഒമാൻ. അങ്ങനെ ദേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ സ്വന്തം ടില്ലി ചേച്ചിയും അലാക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അലാക്ക് എന്ന് പറഞ്ഞത് നമ്മുടെ അലൻകുട്ടനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് കാർവെൻ്റ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലായിട്ടാണ്. ഇത് റെൻ്റ് കാറിൻ്റെയും ടൂറിസത്തിൻ്റെയും സ്ഥാപനമാണ്. ഇവിടുത്തെ മാനേജിങ് ഡയറക്ടർ നമ്മുടെ അലൻകുട്ടനാണ്. ഈ കാരവാൻ്റെ സബ് ആയിട്ട് വരും. അപ്പം അടിപൊളിയാണ്. ഇത് അലൻ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്സാണ്. ഇതാണ് നമ്മുടെ ജീവാപ്പിയും ടില്ലി ചേച്ചിയും. ഇവരെ കൂട്ടി നമ്മളിതേ പോകുന്നത് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ആഗ്രഹപ്രകാരം നല്ല അടിപൊളി നാടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു. പണ്ട് മസ്കറ്റ് ഇതിന് മുന്നേ ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു 3 തവണയെങ്കിലും. അന്ന് കണ്ട മസ്കറ്റ് അല്ല കേട്ടോ ഇപ്പം. മസ്കറ്റൊക്കെ നന്നായിട്ട് പുരോഗമിച്ചു. കുറച്ചുകൂടി ടൂറിസമൊക്കെ വളർന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ആഗ്രഹപ്രകാരം നമ്മൾ ശരവണ ഭവനിൽ വന്ന് നല്ല അടിപൊളി മിനി ടിഫിനും ഫിൽറ്റർ കോഫിയും അടിപൊളി ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് സന്തോഷത്തോടെ ആദ്യം പോയത് മോൾ ഓഫ് ഒമാനിലാണ്. ഇവിടെ വന്നൊരു അടിപൊളി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് സൊറയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പോയി. അതിനുശേഷം ഞാനും ടില്ലി ചേച്ചിയോടും കൂടി ഒമാൻ അവന്യൂ മോളിൽ വന്ന് ഞങ്ങൾ സൊറ പറഞ്ഞ് കുറച്ച് ഷോപ്പിംഗൊക്കെ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒമാൻ്റെ ഒരു വലിയ ഫ്ലാഗ് കാണാം ഇപ്പോൾ വരുന്നത് കണ്ടോ. ഇത് ഇവിടുത്തെ ഒരു പുതിയ സ്റ്റാച്ചു ആണ്. പുതിയ സ്റ്റാച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ട് അവർ പണിതതാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ഫ്ലാഗാണത്. അതിനുശേഷം നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് എനിക്ക് വീണ്ടും ഇന്ത്യൻ മതി എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മീൽസ് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ അത് തന്നെയാണ് ആദ്യം എടുത്തത്. പിന്നെ ചിക്കൻ ബിരിയാണി, പൊറോട്ട, ബീഫ് വേർലൻ, ബീഫ് കറി, ചിക്കൻ കറി, പിന്നെ ഷ്രിംസ് ഡൈനമൈറ്റ്, ചിക്കൻ തന്തൂരി, അങ്ങനെ എന്ന് വേണ്ട കുറേ ഐറ്റംസൊക്കെ മേടിച്ച് എൻ്റെ ദൈവമേ ഞങ്ങൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് വീട്ടിൽ ചെന്ന് നല്ലൊരു റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ഇത് കാരവാൻ കാണാനായിട്ട് വന്നു. ഇതാണ് ജീവാപ്പിയുടെ സാമ്രാജ്യം. ഇത് റെൻ്റൽ കാർസിൻ്റെയും ടൂറിസം ഓപ്പറേറ്റേഴ്സുമാണ്. ഇതാണ് ജീവാപ്പി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണിത് തീർത്ത സാമ്രാജ്യം കേട്ടോ. അപ്പം ഇതിൻ്റെ സബിലാണ് മറ്റേ അലൻ്റെ ഓഫീസ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് കാർ റെൻ്റൽ കാർസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ സമീപിക്കാവുന്നതാണ്. ഇതാണ് ഞങ്ങളുടെ ജീവാപ്പി ഏതൊരു പ്രായക്കാരുടെ കൂടുതലും ഇണങ്ങിച്ചേരുന്ന ഒരു മനുഷ്യനാണ് കേട്ടോ. ഞാൻ കല്യാണം കഴിച്ച് വന്ന കാലം മുതൽ കേൾക്കുന്നതാണ് ഇത് ജീവാപ്പിയെക്കുറിച്ച്. അപ്പോൾ അത് ഈ പിള്ളേരുമായിട്ട് വളരെയധികം ഇണങ്ങി കളിക്കുന്നൊരു സീനാണ്. അതിനുശേഷം എനിക്കൊരു അടിച്ച ചായ വേണമെന്ന് പറഞ്ഞാൽ അതും മേടിച്ച് തന്ന് ഞങ്ങളുടെ ഈ ട്രാൻസിറ്റ്